വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം വൈറലായിട്ട് ഒരു ബീഫിൻ്റെ 3 ചേരുവ മാത്രം ചേർത്തുണ്ടാക്കി ഒരു ബീഫിൻ്റെ ഒരു റെസിപ്പി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പകരം ചിക്കൻ ഇട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. ഞാൻ പക്ഷേ ചിക്കന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു 1.25 കിലോയോളം ചിക്കൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് നടുവേ കട്ട് ചെയ്തിട്ട് തീരെ കനം കുറച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. തീരെ പൊടിയായിട്ടല്ല, സവാള നടുവേ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട വറ്റൽമുളക് ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള, നമുക്ക് എരിവ് അറിയാമല്ലോ, അതിനുള്ള ആവശ്യത്തിനുള്ള ഇട്ടിട്ട് നല്ലപോലെ ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പിന്നെ ദാണ്ട കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചേരുവ മാത്രമാണ് ചേർത്തേക്കുന്നത്. വറ്റൽമുളകും സവാളയും കറിവേപ്പിലയും, അങ്ങനെ അത് ചേർത്തിട്ടാണ് ഈ ചിക്കൻ വെക്കുന്നത്. അപ്പം ദാണ്ട് ഈ കളറാകുന്നിടം വരെ നമുക്കതൊന്ന് നല്ലപോലെ മൂപ്പിക്കണം. വറ്റൽമുളകെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം, സവാള. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിൻ്റെ അകത്തിട്ടിട്ട് നല്ലപോലെ ഇളക്കി നമുക്കിതെല്ലാം ഒന്ന് ചേർത്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമുക്കിത് നല്ലപോലെ ഒന്ന് മസാലയെല്ലാം അതിലൊന്ന് ചേരുന്ന പോലെ നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട്, ഇതിൻ്റെ ബീഫ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ട ഇത് മൂടി വെച്ചു. അപ്പം വേറെ വെള്ളം ഒരു തരി പോലും നമ്മൾ ചേർക്കുന്നില്ല. ആ എണ്ണയ്ക്കകത്താണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ വേണ്ട ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. നോക്കിക്കേ, നല്ല ഒരു കറിയാണ് ചിക്കൻ്റെ ഇത്. ശരിക്കും നല്ല ചിക്കൻ നമ്മൾ നല്ല പോലെ പുരട്ടി എടുത്ത പോലുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, സവാളയും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല വന്നത്, ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം എണ്ണയ്ക്കകത്തായതും കൊണ്ട് അത് നല്ല പോലെ നമുക്കൊരു ഫ്രൈ പോലെ വരണ്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് അറിയിക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.